ഇന്ന് വളരെ കോമൺ ആയിട്ട് സ്ത്രീകൾ കാണപ്പെടുന്ന ഒരു അസുഖമാണ് PCOS അഥവാ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം. ക്ലിനിക്കിൽ വരുന്ന PCOD പേഷ്യൻസ് ചോദിക്കാറുണ്ട്, ഡോക്ടറെ ഞാൻ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യണോ, സർജറി വേണ്ടി വരുമോ, എനിക്ക് കൺസീവ് ആവാൻ പറ്റുമോ, അല്ലെങ്കിൽ എൻ്റെ തടി കുറയോ, ഇങ്ങനെ ഒരുപാട് ഡൗട്ടുമായിട്ട് പേഷ്യൻസ് വരാറുണ്ട്. ഹായ്, ഞാൻ ഡോക്ടർ മൂസിന, സീനിയർ ഹോമിയോപ്പതി കൺസൾട്ടന്റ്, ഒലീവ് ഹോമിയോപ്പതി ക്ലിനിക്, കീശേരി, മലപ്പുറം ജില്ല. എന്താണ് PCOS അഥവാ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം? നമ്മുടെ ഗർഭപാത്രത്തിന്റെ രണ്ട് വശത്തായിട്ട് കാണപ്പെടുന്ന അണ്ഡാശയങ്ങളിൽ നിന്നും ഓരോ മാസത്തിലും നമുക്ക് ഓവുലേഷൻ, അതായത് അണ്ടങ്ങൾ രൂപപ്പെട്ട് പുറത്തു പോകുന്ന ഒരു പ്രക്രിയയുണ്ട്. അണ്ഡാശയത്തിൽ നിന്നും അണ്ടങ്ങൾ പുറത്തു പോവാതെ വരികയും അത് അണ്ഡാശയത്തിൽ കെട്ടിക്കിടന്ന് അവിടെ ഇങ്ങനെ സിസ്റ്റ് പോലെ, അതായത് ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള കുമിളകൾ പോലെ കാണപ്പെടുന്നതിനെ ആണ് നമ്മൾ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം എന്ന് പറയുന്നത്. പേര് പോലെ തന്നെ ഒരുപാട് കുമിളകളായിട്ട് വരാം, അതുകൊണ്ടാണ് പോളി എന്ന് പറയപ്പെടുന്നത്. ചിലപ്പോൾ രണ്ട് ഓവറിയിലായിട്ട് വരാം, റൈറ്റ് ഓവറിയിലും ലെഫ്റ്റ് ഓവറിയിലും രണ്ടിലും ആയിട്ട് വരാം. അപ്പൊ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്സിലൊക്കെ നമുക്ക് ബൈലാറ്ററൽ PCOD എന്നൊക്കെ പറഞ്ഞ് കാണാൻ പറ്റും. എന്തൊക്കെയാണ് പൊതുവെ PCODക്കാരിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ? പൊതുവെ ഫിസിക്കലി ആയിട്ട് അപ്പിയറൻസിൽ വരുന്ന ചേഞ്ചസുകളാണ് മെയിൻ ആയിട്ട്. പുരുഷന്മാരെ പോലെ അപ്പർ ലിപ്സിലും താടിയിലും ഒക്കെ ആയിട്ട് രോമങ്ങൾ വരിക, അതുപോലെ തന്നെ മുഖത്ത് പിമ്പിൾസ് വരിക, കവിലൊക്കെ ആയിട്ട് മുഖക്കുരുക്കൾ വരിക, അതുപോലെ നമ്മുടെ ബോഡി വെയിറ്റ് ഇൻക്രീസ് ചെയ്യുക, അക്കാന്തോസിസ് നഗ്രിക്കൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ, അതായത് നമുക്ക് കക്ഷങ്ങളിലും കഴുത്തുകളിലും ഇടുപ്പുകളിലൊക്കെ ആയിട്ട് കറുപ്പ് നിറം കാണപ്പെടുക. ഈ ചേഞ്ചുകളൊക്കെയാണ് പൊതുവെ ഫിസിക്കൽ അപ്പിയറൻസിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പ്രധാനമായിട്ടും PCODക്കാരിൽ കണ്ടുവരുന്ന ലക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പീരിയഡ്സ് ഇറഗുലാരിറ്റീസ് ആണ്. പല സ്ത്രീകൾക്കും പല ടൈപ്പിലായിരിക്കും അത് പ്രസന്റ് ചെയ്യുക. എന്ന് വെച്ചാൽ പലർക്കും 2-3 മാസമായിട്ട് പീരിയഡ്സ് ഇല്ലാതെ വരിക, അല്ലെങ്കിൽ ഹെവി ബ്ലീഡിങ് ആയിട്ട് വരിക, അല്ലെങ്കിൽ സ്പോട്ടിങ് പോലെ അത് കുറച്ചായിട്ട് പീരിയഡ്സ് കണ്ടിട്ട് അതൊരു 10 to 15 days ഒക്കെ നീണ്ടു നിൽക്കുന്ന പീരിയഡ്സ് ആയിരിക്കുക. അതുപോലെ പീരിയഡ്സിന്റെ കൂടെ അടിവയറ്റിൽ വേദന, പിന്നെ ഒരു ദിവസം ഫ്ലോ കണ്ടു, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2-3 ദിവസം സ്കിപ്പ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെയും പീരീഡ്സ് കാണുക. ഇങ്ങനെയൊക്കെ വളരെ ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സ് കാണുക. പലപ്പോഴും ഇറഗുലർ പീരീഡ്സ് ഒക്കെ വരുമ്പോൾ പോലും ഡോക്ടറുടെ അടുത്ത് ആരും ട്രീറ്റ്മെന്റ് വരില്ല. എപ്പോഴാണ് ട്രീറ്റ്മെന്റ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു കുഞ്ഞിനൊക്കെ വേണ്ടി ട്രൈ ചെയ്യുന്ന സമയത്ത് കൺസീവ് ആവാതെ വരുമ്പം അത് വന്ധ്യത ആയിരിക്കാം എന്ന് വെച്ചിട്ടൊക്കെ ഡോക്ടറെ സമീപിക്കുന്ന സമയത്ത് നമ്മൾ സ്കാനിങ് റിപ്പോർട്ടിൽ നോക്കുന്ന സമയത്താണ് ശരിക്കും PCOD ആയിരിക്കാം ഇതിന് റീസൺ എന്നുള്ളത് നമ്മൾ നോട്ടീസ് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ പീരിയഡ്സ് ഇറഗുലാരിറ്റീസ് വരുന്ന അപ്പം തന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് PCOD ആണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ട്രീറ്റ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമാണിത്. ഇത് കൂടാതെ PCODക്കാർ കാണിക്കുന്ന മറ്റു ലക്ഷണങ്ങളാണ് അമിതമായിട്ട് ക്ഷീണം, തളർച്ച വരിക, ഒന്നിലും ഒരു ഉത്സാഹം ഇല്ലാതെ, അതുപോലെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന മൂഡ് സ്വിങ്സുകൾ വരിക, ദേഷ്യം സങ്കടമൊക്കെ വരിക, അതുപോലെ ഉറക്കമില്ലായ്മ. ഇതൊക്കെ PCODക്കാർ ഫേസ് ചെയ്യുന്ന ബാക്കിയുള്ള പ്രശ്നങ്ങളാണ്. എന്തുകൊണ്ടാണ് PCOD ഉണ്ടാവുന്നത്? ഇതിന് പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. അതായത് നമ്മുടെ ബോഡിയിലുള്ള ഷുഗേഴ്സിനെ എനർജി ആക്കി കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രധാന ഹോർമോൺ ആണ് ഇൻസുലിൻ. ഈ ഇൻസുലിൻ ഉണ്ടാവുന്നത് പാങ്ക്രിയാസിൽ നിന്നുമാണ്. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ കാര്യമായി ഷുഗർ എനർജി ആക്കി മാറ്റാതിരിക്കുകയും അത് കാരണം ഷുഗർ ഡെപ്പോസിറ്റ് ചെയ്യും, ബോഡിയിൽ ഷുഗേഴ്സ് കൂടുകയും അത് ഫാറ്റ് ഒക്കെ ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് ഈ തടി വെക്കുന്നതും ഒക്കെ. അപ്പൊ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലുള്ള അണ്ഡാശയത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയുള്ള ഹോർമോൺസ് ആയിട്ടുള്ള ഈസ്ട്രോജൻ, പ്രൊജസ്റ്ററോണിന്റെ അളവ് കുറയുകയും ആൻഡ്രോജൻ, അതായത് പുരുഷ ഹോർമോണിന്റെ അളവ് കൂടുകയും ചെയ്യും. ഈ ആൻഡ്രോജൻ പുരുഷ ഹോർമോൺ കൂടുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഈ രോമവളർച്ച ഉണ്ടാവുക, അതുപോലെ ലേഡീസിന് നമുക്ക് ഒരു പുരുഷന്മാരുടേതായിട്ടുള്ള സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുകയൊക്കെ ചെയ്യും. ചിലർക്ക് ഈ PCOD പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ ഷുഗറിന്റെ അളവ് കൂടുകയും കൊളസ്ട്രോൾ കൂടുകയും അതുപോലെ തൈറോയിഡ് ഹോർമോൺസിൽ ഇംബാലൻസ് ഉണ്ടാവുകയും പിന്നെ ഹാർട്ട് ഡിസീസിലേക്കൊക്കെ കൺവേർട്ട് ആവുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് കൂടാതെ പൊതുവെ അമിതവണ്ണം ഉള്ള ആൾക്കാരിലും അതുപോലെ ജനറ്റിക്സ്, അതായത് പാരമ്പര്യമായിട്ടും PCOD കണ്ടുവരാറുണ്ട്. പൊതുവെ ക്ലിനിക്കിലേക്ക് PCOD ഉള്ള പേഷ്യൻസ് വരുന്ന സമയത്ത് അവർക്ക് നമ്മൾ ട്രീറ്റ്മെന്റ് മാത്രമല്ല അഡ്വൈസ് ചെയ്യാറുള്ളത്. ഇതിന്റെ കൂടെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യമാണ് ഡയറ്റും എക്സസൈസും ഒക്കെ. അതായത് ഡയറ്റിൽ നമ്മൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ, അതുപോലെ തന്നെ സ്പൈസി ഫുഡ്, ജങ്ക് ഫുഡ്സ്, അതുപോലെ ഒരുപാട് മധുരങ്ങൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, കാർബുകൾ, ചോക്ലേറ്റ്സ്, ഇവയൊക്കെ ഒഴിവാക്കുക. ഇതിൽ ഇനി എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പച്ചക്കറികൾ, പഴങ്ങൾ, പച്ചക്കറികളിൽ ഇലക്കറികൾ, ബ്രക്കോളീസ്, ഇങ്ങനെ ഫൈബർ കണ്ടന്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആഡ് ചെയ്യുക. അതുപോലെ പഴങ്ങൾ ജ്യൂസ് അടിച്ച് കുടിക്കാതെ അങ്ങനെ തന്നെ ചവച്ചരച്ച് കഴിക്കുക. ഇങ്ങനെ പ്രോപ്പറായിട്ടുള്ളൊരു ഡയറ്റ് ഫോളോ ചെയ്യുക. കൂടെ തന്നെ നമ്മൾ ഡെയിലി ഒരു 30 minutes എന്തെങ്കിലും ഒരു എക്സസൈസ്, വാക്കായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൂംബ പോലെയുള്ള ഡാൻസ് ആയിരിക്കാം, ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ഫോളോ ചെയ്യുക. ഇതിന്റെ കൂടെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് സ്ട്രെസ് ലെവൽ കുറയ്ക്കുക, അതുപോലെ പ്രോപ്പർ സ്ലീപ്പ് ഉണ്ടാവുക. PCOD നമുക്ക് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ. ഇങ്ങനെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറ്റും
എക്സസൈസും പ്ലസ് മെഡിസിൻസും കൂടെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് PCOD ഒരു പൂർണ്ണമായിട്ടുള്ള മുക്തി ഉണ്ടാകുന്നത്. ഹോമിയോപ്പതിയിൽ ഇതിന് ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. പൾസാറ്റില, കാൽക്കേരിയ കാർബ്, സെപ്പിയ, ഫോളിക്കുലിനം, ഇങ്ങനെ ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. PCOD ആയി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ കാണുന്ന വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അതുപോലെ കമന്റ് ആയിട്ട് താഴെ രേഖപ്പെടുത്താവുന്നതാണ്.